എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ പൂർവികരെ പിതൃക്കളെ സ്മരിക്കാനും അവർക്കായിട്ട് പ്രാർത്ഥിക്കാനുമുള്ള പുണ്യദിനമാണ് കർക്കിടക വാവ്. നമ്മൾ പലരും വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ ഒക്കെ ബലിത്തറകളിലൊക്കെ പോയാണ് ബലികർമ്മങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ വീട്ടിൽ വെച്ച് ബലിയിടുമ്പോഴും അമ്പലത്തിൽ പോയി ബലിയിടുമ്പോഴും നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ചില ചിട്ടകളും നിയമങ്ങളും ഉണ്ട്. അതുപോലെ വാവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇവയെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പലർക്കുള്ള സംശയമാണ്, ബലിയിടുമ്പോൾ രാഹുലം നോക്കണോ, ആണ്ടുമൊഴി കഴിയാത്തവർക്ക് ബലി ഇടാമോ, എത്ര തലമുറയ്ക്ക് ബലി അർപ്പിക്കാം തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ബലിയിടുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും ഒപ്പം ആളുകൾ ചോദിക്കുന്ന പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. കർക്കിടക വാവ് ബലിക്ക് രാഹുലമോ അങ്ങനെ സമയമൊന്നും നോക്കേണ്ടത് ആവശ്യമില്ല കേട്ടോ. രാവിലെ തുടങ്ങി ആ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ബലിതർപ്പണം പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മരണം നടന്ന് ആണ്ട് കഴിഞ്ഞവർക്ക്, അതായത് ഒരാൾ മരിച്ച് ആണ്ടുബലി ഒരു വർഷത്തെ കർമ്മം കഴിയുന്നതിന് മുൻപ് ഒരു വ്യക്തിക്ക് കർക്കിടക ബലിയിടാൻ പാടില്ല. ആണ്ടുബലി കഴിഞ്ഞ ശേഷമേ സങ്കല്പത്തിലേക്ക് അത് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അപ്പൂപ്പന് വേണ്ടിയിട്ട് നമ്മുടെ മരിച്ചു പോയവർക്ക് വേണ്ടിയിടാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് പലരും. നമുക്ക് മാതാപിതാക്കൾ ജീവിച്ചിരുന്നാലും അന്തരിച്ച അപ്പൂപ്പന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്ക് വേണ്ടിയിട്ടും നമ്മൾ പിതൃസങ്കല്പത്തിൽ ബലിയിടാവുന്നതാണ്. അതുപോലെ കർമ്മി ഇല്ലാതെ സ്വയം ബലിയിടാമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ നമ്മൾ വിദേശത്തോ അന്യനാടുകളിലൊക്കെ ഉള്ളവർക്ക് കർമ്മി ലഭിച്ചില്ലെങ്കിൽ തനിയെ തന്നെ ബലിയിടാം. അതുപോലെ തന്നെ രക്തബന്ധമില്ലാത്തവർക്ക് ബലിയിടാമോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ പലരുടെ സംശയമാണ്, ബലിയിടേണ്ട ആൾക്ക് രോഗം മൂലമോ വിദേശത്തിനൊക്കെ ആയാൽ വരാൻ കഴിയാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ദക്ഷിണ നൽകി മറ്റൊരു നിയുക്ത വ്യക്തിയെ കൊണ്ട് നമുക്ക് ബലിയിടാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് ബലിയിടാമോ എന്നും പലരുടെ സംശയമാണ്. 3 വയസ്സിന് മുകളിൽ വിവരവും ബോധമുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് ബലികർമ്മം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സ്ത്രീകൾക്ക് ആർത്തവം കഴിഞ്ഞാൽ എന്ന് ബലിയിടാമെന്ന് പലരും ചോദിക്കും. അതുപോലെ ആർത്തവം കഴിഞ്ഞ് നമുക്ക് 8ാമത്തെ ദിവസം പൂർത്തിയായതിന് ശേഷം 9ാമത്തെ ദിവസം നമുക്ക് വ്രതം എടുത്ത് ബലിയിടാൻ സാധിക്കാം. എത്ര തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ബലിയിടാമോ എന്ന് ചോദിച്ചാൽ, ബലിയിടുമ്പോൾ പരമ്പരയിലുള്ള പൂർവികർക്കും സങ്കല്പത്തിലുള്ള എല്ലാ പിതൃക്കൾക്കും ഈ ബലി പുണ്യം ലഭിക്കും. അതുപോലെ തന്നെ പലരുടെ സംശയമാണ്, നമുക്ക് പൊലയുള്ള സമയത്ത് ആരെങ്കിലും വീട്ടിൽ മരിച്ചിട്ട് പൊലയുള്ള സമയത്ത് വാവ് ബലി ഇടാൻ പറ്റുമെന്ന്. അത് പാടില്ല. പുല മാറിയ ശേഷമുള്ള വാവിനോടാണ് ബലിയിടേണ്ടത്. വീട്ടിൽ വെച്ച് ബലിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. സ്ഥലശുദ്ധിയും ദിശയും ബലിയിടാൻ സ്ഥലവും അടിച്ച് തളിച്ച് ചാണകം മെഴുകുകയോ മഞ്ഞൾ വെള്ളം തളിക്കുകയോ ചെയ്യുക. കിഴക്കോട്ടോ തെക്കോട്ടോ ദർശനമായിട്ട് ഇരിക്കുക. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിലവിളക്ക് വേണം. ഉണക്കലരി, അതായത് പിണ്ടം വെക്കാനായിട്ട് ഉണക്കലരിയാണ് വേണ്ടത്. കറുത്ത എള്ള്, തുളസി, തെച്ചിപ്പൂ, ചന്ദനം, പിന്നെ വെള്ളം, വാഴയില. പിണ്ടം സമർപ്പിക്കാനായിട്ട് ബലിപ്പിണ്ടം വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വെച്ച് കാക്കയ്ക്ക് സമർപ്പിക്കുക. സാധിച്ചില്ലെങ്കിൽ ഒഴുകുന്ന പുഴയിലോ വെള്ളത്തിലോ ഒഴുക്കുക. വ്രതം പൂർത്തിയാക്കൽ, കർമ്മത്തിന് ശേഷം പവിത്രം അഴിച്ചു മാറ്റി വീണ്ടും കുളിച്ച് വൃത്തിയായ ശേഷം മാത്രം സസ്യാഹാരം കഴിക്കാൻ പാടുള്ളൂ. അമ്പലത്തിൽ പോയി ബലിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പൂർണ്ണ ഉപവാസം, അതായത് രാവിലെ വെള്ളമോ കട്ടൻച്ച് കാപ്പിയോ ഒന്നും കുടിക്കാതെ വേണം നമ്മൾ ബലിയിടാൻ. വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴുകി ഉണക്കിയ ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ വേണം ഇടാനായിട്ട്. കർമ്മി ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഭക്തിയോടെ പിന്തുടരുക. അനാവശ്യ സംസാരങ്ങൾ ആ സമയത്ത് ഒഴിവാക്കുക. പ്രധാന തെറ്റ് എന്ന് പറയുമ്പോൾ ഈറനോടെ അമ്പലത്തിൽ കയറാൻ പാടില്ല. അതിനുശേഷം ബലിയിട്ട വസ്ത്രത്തോടെ നേരിട്ട് ക്ഷേത്രത്തിനുള്ളിൽ ഒരിക്കലും കയറരുത്. വീണ്ടും മുങ്ങിക്കുളിച്ച് വേറെ വസ്ത്രം മാറിയ ശേഷം മാത്രമാണ് നമ്മൾ അമ്പലത്തിൽ ദർശനം നടത്താൻ പാടുള്ളൂ. അതുപോലെ കർക്കിടക വാവ് അടുത്താൽ നമ്മൾ വീട്ടിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മത്സ്യമാംസാദിയും ലഹരി വസ്തുക്കളും നമ്മൾ വ്രതത്തിൻ്റെ ഒരിക്കൽ ദിവസമൊക്കെ പൂർണ്ണമായിട്ടും അന്നേ ദിവസം ഒഴിവാക്കണം. പുകയില തുടങ്ങിയ എല്ലാ ലഹരി വസ്തുക്കളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തലേ ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല. വെറും പായയിൽ കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അഴുക്കായ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. പ്രധാനമായിട്ട് പറയുന്നത്, ബലിയിട്ട് വീട്ടിൽ വന്നയുടൻ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. പുണ്യം ലഭിക്കില്ല. നമ്മൾ തലേ ദിവസമൊക്കെ നല്ല രീതിയിൽ ഒരിക്കലൊക്കെ എടുത്ത് പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി വ്രതം എടുത്തിട്ട് നേരെ വൈകിട്ട് വന്ന് ഇനി വ്രതം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നേരെ മീനും ഇറച്ചിയും കഴിക്കുക, അതുപോലെ മദ്യപാനം, പുകവലി, അതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അന്നത്തെ ദിവസം നിങ്ങളിതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പൂർണ്ണ വ്രതശുദ്ധിയുടെയും ചിട്ടയുടെയും ദർപ്പണം നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതും അവരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമായിട്ട് മാറുന്നതും.
അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കർക്കിടക വാവ് അടുത്താൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വാവ് ബലിക്ക് മുന്നോടിയായിട്ട് വ്രതം ആരംഭിക്കുന്ന മുതൽ വീട്ടിൽ നിന്നും നമ്മുടെ ശീലങ്ങളിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ നോക്കേണ്ടത് മത്സ്യ മാംസാദികളാണ്. തലേ ദിവസം മുതൽ വീട്ടിൽ നമ്മൾ പൂർണ്ണമായും അമിതമായിട്ടുള്ള നമ്മളെ മാംസ്യങ്ങളും അതുപോലെ ഓവറായിട്ടുള്ള ആഹാര രീതികളൊക്കെ ഒഴിവാക്കി നോൺ വെജിറ്റേറിയൻ അത് കുറച്ചായിട്ടൊക്കെ കഴിക്കുക. വീട്ടിലെല്ലാവരും സസ്യാഹാരം പാലിക്കുന്നതാണ് ഉത്തമം. ലഹരി വസ്തുക്കൾ, മദ്യപാനം, പുകയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലഹരി ഉപയോഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മൾ ഒരിക്കലും എടുക്കുന്ന മുതൽ തന്നെ നമ്മൾ വെളുത്തുള്ളി, കൂൺ, തലേ ദിവസത്തെ പച്ചക്കറികൾ, പഴകിയ ആഹാരങ്ങൾ എന്നിവയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. പിന്നെ അതുപോലെ കിടക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. തലേ ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല. രാത്രിയിൽ കട്ടിലോ കിടക്കയിലോ കിടക്കാതെ വെറും പായിൽ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ നമ്മൾ അഴുക്കായതോ തലേ ദിവസം ഉപയോഗിച്ചതായിട്ട് അലക്കാത്ത വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. കലഹങ്ങളും അനാവശ്യ സംസാരവും ഒക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ വീട്ടിൽ പല രീതിയിലുള്ള സംസാര രീതികൾ, ബഹളം, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ പൂർണ്ണ വ്രതശുദ്ധിയുടെയും ഭക്തിയുടെയും പിതൃതർപ്പണം നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ കർക്കിടക വാവുബലി വരുന്നത് 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് കേട്ടോ. കർക്കിടക മാസം 27-ാം തീയതി വാവുബലി വരുന്നത്. നമുക്ക് ഓഗസ്റ്റ് 12 രാവിലെ 1:52 ആരംഭിക്കുന്ന കർത്തവാവ് തിഥി അന്ന് 11:06 വരെ നിലനിൽക്കും. അതിനാൽ ഓഗസ്റ്റ് 12 രാവിലെയോടെ തന്നെ ബലിതർപ്പണങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അതുപോലെ തന്നെ വാവുബലി ദിനത്തിൽ രാവിലെ പോയി ബലിയിട്ട് പോരുക എന്നതിനപ്പുറം നമ്മളെ അതിന് പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് തലേ ദിവസത്തെ ഒരിക്കൽ. അതായത് 12-ാം തീയതിയാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്. തലേ ദിവസം നമ്മൾ ഒരിക്കലെടുക്കണം. എന്താണ് ഒരിക്കൽ വ്രതം? അതായത് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ശുദ്ധീകരിച്ച് നമ്മുടെ സ്വാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഉച്ചഭക്ഷണം, അതായത് ഒരിക്കൽ ഊണ്, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ശുദ്ധമായ സസ്യാഹാരം, ചോറ് നമുക്ക് കഴിക്കാം. മീൻ, മാംസ്യം, മദ്യം, മുട്ട എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, കായ എന്നിവ ഒഴിവാക്കി ലളിതമായ പാകം ചെയ്ത ചോറും കറിയും മാത്രം കഴിക്കാൻ നോക്കുക കേട്ടോ. രാവിലെയും രാത്രിയും കഴിക്കേണ്ടത് രാവിലെ കട്ടി കുറഞ്ഞ ആഹാരം ഒന്നും പാടില്ല. രാത്രി പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് രാവിലെ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കാം. വൈകിട്ടൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രായമായവരോ രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഫ്രൂട്ട്സ്, കരിക്ക്, ജ്യൂസൊക്കെ നമുക്ക് കുടിക്കാം. പിന്നെ നമുക്ക് പാലൊക്കെ കുടിക്കാം. പിന്നെ തുളസി ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഒരിക്കൽ വ്രതത്തിന് നിർബന്ധമായി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പകലുറക്കമാണ്. എണ്ണ തേച്ചുള്ള കുളി, പകലുറക്കമൊന്നും പാടില്ല. വ്രത ദിവസം പകൽ ഉറങ്ങരുതെന്ന് പറയുന്നത് അത് അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശരീരത്തിൽ തമോ ഗുണം അഥവാ മടി കൂട്ടും. എണ്ണ തേച്ച് കുളിയൊക്കെ വ്രത ദിവസം നമ്മൾ തേച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉറക്കമൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം എണ്ണ തേച്ച് കുളിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരിക്കൽ ദിവസം നമ്മൾ മുടി, നഖമൊന്നും വെട്ടാൻ പാടില്ല. വ്രത ദിവസം മുടി വെട്ടുക, താടി വെട്ടുക, ഷേവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വ്രതത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അതെല്ലാം ചെയ്ത് തീർക്കണം. അതായത് നമ്മൾക്ക് ദേഷ്യപ്പെടുക, പിന്നെ തർക്കങ്ങളിൽ ഏർപ്പെടുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യരുത് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ പെരുമാറ്റത്തിലും ശരീരശുദ്ധിയിലും എല്ലാ രീതിയിലും നമുക്ക് ശുദ്ധി പാലിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ ബലിയിടുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ബലിയിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ശുദ്ധമായിട്ട് ഒരിക്കലൊക്കെ എടുത്തിട്ട് നമുക്ക് അമ്പലത്തിൽ ചെന്നാൽ തിരുമേനി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതേപോലെ കുളിച്ച് ആ വീറനോടെ നമ്മൾ അമ്പലത്തിൽ പോവാതെ വേറെ വസ്ത്രം ഇട്ടിട്ട് നമുക്ക് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ ബലിയിടുമ്പോൾ നമുക്ക് അറിയാലോ, വീട്ടിൽ ബലിയിടുമ്പോൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബലിയിടുന്ന സ്ഥലം അടിച്ച് തളിച്ച് ചാണകം വെള്ളമൊക്കെ തളിച്ച് മഞ്ഞൾ വെള്ളമൊക്കെ തിളപ്പിച്ച് നമുക്ക് കിഴക്കോട്ടോ തെക്കോട്ടോ ദർശനമായിട്ട് ഇരിക്കണം. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നിലവിളക്ക്, ഉണക്കലരി, അതായത് പിണ്ടം വെക്കാനായിട്ട് ഉണക്കലരി, അതുപോലെ കറുത്ത എള്ള്, തുളസി, ചെത്തിപ്പൂ, ചന്ദനം, കിണ്ണത്തിൽ കുറച്ച് വെള്ളം, വാഴയില, പിണ്ടം സമർപ്പിക്കാനുള്ള ബലിപിണ്ടം വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വെച്ച് കാക്കയ്ക്ക് സമർപ്പിക്കുക. സാധിച്ചിൽ ഒഴുകുന്ന പുഴയിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് ഒഴുക്കാട്ടോ. അമ്പലത്തിൽ പോയി ബലിയിടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ്, തലേദിവസം നമ്മൾ ഒരിക്കലെടുക്കുമല്ലോ, അതുപോലെ തന്നെ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വീട്ടിൽ വിളക്ക് കത്തിച്ച് നമ്മൾ പിതൃക്കളെയും നമ്മുടെ വീട്ടിൽ എല്ലാവരെയും പ്രാർത്ഥിച്ച് നമ്മുടെ ദോഷങ്ങളെല്ലാം മാറാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോവാട്ടോ.
നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, വെറും വയറ്റോടുകൂടിയേ പോകാൻ പാടുള്ളൂ. നല്ല കഴുകി ഉണങ്ങിയ നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ട് വേണം പോവാൻ. പിന്നെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ശാന്തി പറയുന്ന മന്ത്രങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പവിത്രം ധരിച്ച് പൂർണ്ണ ഭക്തിയോടെ ദർപ്പണം ചെയ്യുക. അനാവശ്യ സംസാരങ്ങളോ ഫോൺ ഉപയോഗമോ പൂർണ്ണമായിട്ട് നമ്മൾ ആ സമയത്ത് ഒഴിവാക്കണം. ബലിയിട്ട വസ്ത്രത്തോടെ നേരിട്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും മുങ്ങിക്കുളിച്ച് വേറെ വസ്ത്രം മാറിയ ശേഷമേ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, അതൊരിക്കലും മറക്കരുത്. പിന്നെ ബലിതർപ്പണം പൂർത്തിയാക്കി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്. തുളസി തീർത്ഥം സേവിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പാരണ വീടാം. വ്രതം പൂർത്തിയാക്കുന്നത് നമുക്ക് അമ്പലത്തിൽ വെച്ചും പൂർത്തിയാക്കാം കേട്ടോ. ആരോഗ്യസ്ഥിതി മോശമായവർ, അതായത് വ്രതം എടുക്കാൻ പറ്റാത്തവർ ശരീരത്തിന് അമിതഭാരം മനസ്സിനൊന്നും നൽകാതെ ഭക്തിക്കും മനസ്സിൻ്റെ ശുദ്ധിക്കും മുൻഗണന നൽകി വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും കേട്ടോ.